ഇതാണ് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ വ്ളോഗേഴ്സ് മൈക്ക് ലാർക്ക് A1 എന്ന് പറഞ്ഞ മോഡലാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് നോക്കാം. ഞാനിത് ആമസോണിൽ നിന്നുമാണ് പർച്ചേസ് ചെയ്തത്. ഏകദേശം ഒരു 6 ദിവസം എടുത്ത് വരാനായിട്ട്. പാക്കിങ്ങൊക്കെ നൈസായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെയോ പേപ്പറിൻ്റെ കുറേ കട്ടിങ്സ് ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റിന് ഡാമേജ് ഉണ്ടാകാതിരിക്കാനായിട്ട്. ഏകദേശം 5100 രൂപയാണ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ വന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ ലാർക്ക് A1 എന്ന് പറഞ്ഞ മോഡലാണ്. ഞാൻ എടുത്തത് USB ഓപ്ഷൻ ഉള്ളതാണ്. പിന്നെ ഇതിൽ ഒത്തിരി 3 ലെവൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, പിന്നെ 27 മണിക്കൂർ യൂസ് ചെയ്യാം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്പെസിഫിക്കേഷൻ കൊണ്ടാണ് ഞാനിത് പ്രധാനമായിട്ടും എടുത്തത്. അപ്പോൾ ഇന്ന് പിന്നെ ഇപ്പോൾ ഹോളി ലാൻഡിൻ്റെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട്, അതിൻ്റെ ജെനുവിനിറ്റി പരിശോധിക്കണമെന്ന് ഒരു ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പം അത് പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഹോളി ലാൻഡ് ഇന്ത്യൻ മെയ്ഡല്ല, ഇത് തായ്ലാൻഡ് മോഡലാണ്. അപ്പോൾ ആ മെയ്ഡ് ഇൻ തായ്ലാൻഡ് എന്ന് അവിടെ അവർ മെൻഷൻ ചെയ്യും. അതൊക്കെയാണ് പ്രത്യേകമായിട്ട് നോക്കേണ്ടത്. പിന്നെ ഇതിന് ഓപ്പൺ ചെയ്ത് വരുന്ന കവറിലൊരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്താൽ ഹോളി ലാൻഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കവരുടെ ആപ്പ് എടുത്ത് അതിൽ നമുക്ക് വേണ്ട സെറ്റിങ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും എൻ്റെ പാക്കേജൊക്കെ നൈസാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ കൂടെ ഒരു പൗച്ച് കിട്ടി. പൗച്ചിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ എക്സലൻ്റ് ആണ്. പിന്നെ ഒരു USB കേബിൾ ഉണ്ടായിരുന്നു കേട്ടോ. USB A to C ആണ് നമുക്ക് കിട്ടുന്നത്. ആ കേബിളിന് ഏകദേശം 60 സെൻറ്റിമീറ്റർ, അതായത് 2 അടിയോളം നീളമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തിക്നെസ് എന്ന് പറയുന്നത്, അടിപൊളിയായിട്ടാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ആ കൂടെ ഉണ്ടായിരുന്നത് ഒരു പ്രോഡക്റ്റ്, നമ്മുടെ ഹോളി മൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 2 ഈ പൂച്ചക്കളുടെ 2 ഈ വിൻഷീൽഡ്, ശരിയാണ് വിൻഷീൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിൻഷീൽഡ് 2 ഉണ്ടായിരുന്നു. അത് വിൻഷീൽഡിൻ്റെ ക്വാളിറ്റി വളരെ എക്സലൻ്റ് ആണ്. ഹോളി ലാൻഡ് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന റൗണ്ട് ബട്ടണാണ് ഞാനെടുത്തത്. ഞാനെടുത്തത് ലെങ്തി ആയിട്ടുള്ളൊരു ഇതാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം. പിന്നെ ഒരു സിലിക്കൺ ഉണ്ടായിരുന്നു, സിലിക്കൺ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ വാട്ടർ മോയ്സ്ചർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യാനാണ്. ഇതാണ് ഹോളി ലാൻഡിൻ്റെ ഇത് വരുന്നത്. ഇതാണ് ലെങ്തി ആയിട്ടുള്ള ആ ഒരു ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ മൈക്ക്. ഇതുണ്ടോ, USB C ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ മൈക്ക്. മൈക്കിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഫീല് മനസ്സിലാകും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഓണാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചുള്ളൊരു നീല സ്റ്റിക്കർ കണ്ടത്. അത് ജസ്റ്റ് റിമൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മുടെ മൈക്ക് ഓണായി കിട്ടും. അത് 2 എണ്ണത്തിൻ്റെ അകത്ത് റിമൂവ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ പുറകിൽ മാഗ്നറ്റിക് ബട്ടണുണ്ട്. അത് ആ മാഗ്നറ്റിക് ബട്ടൺ വഴിയാണ് നമ്മളിത് നമ്മുടെ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിലായിട്ടൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് കേട്ടോ. അത് ഞാൻ എന്തോരം പൊളിക്കാൻ ശ്രമിച്ചിട്ടോ അത് പൊളിഞ്ഞു പോകുന്നില്ല. അവസാനം 1 മണിക്കൂർ പണിതിട്ടാണ് അതിൻ്റെ ആ സ്റ്റിക്കർ തന്നെയാണ് പൊളിച്ചെടുത്തത്. ഇൻഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ്. ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പാക്കേജിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനുണ്ട് ഒരു പേപ്പറിൽ. പിന്നെ അവരുടെ ഒരു വാറണ്ടി കാർഡുണ്ട്, അതായത് ആഫ്റ്റർ സെയിൽ സർവീസിൻ്റെ ഒരു കാർഡുണ്ട്. ആ കാർഡിൻ്റെ പുറകിലായിട്ട് അവരുടെ ആപ്പ് ഡൗൺലോഡ് QR കോഡ്, പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്യേണ്ടത്, പിന്നെ ഇൻഡിക്കേഷൻസ് ഉണ്ട് എന്തെല്ലാമാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വളരെ സിമ്പിളാണ്, എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും ഒരു രക്ഷയില്ലായിരുന്നു അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ പ്രൊഡക്ട്സിൻ്റെ എപ്പോഴും ഡോക്യുമെൻറ്റേഷൻ നമുക്ക് കിട്ടിയത്. അത് ചൈനയിലും പിന്നെ ഇംഗ്ലീഷിലുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ ഒരു യൂറോപ്യൻ ലാംഗ്വേജ്, അങ്ങനത്തെ ഏതൊരു ലാംഗ്വേജിലും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പൗച്ചിനുള്ളിലേക്ക് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഈ സാധനം കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എക്സ്റ്റേണൽ കവർ മേടിക്കുന്നത് നല്ലതാണ് എപ്പോഴും. ഇതാണ് നമ്മുടെ ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസിൻ്റെ കാർഡ്. നമ്മൾ ഈ സൈറ്റിൽ കയറി വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്, അടിപൊളിയല്ലേ?